ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദൻ. ഭാഗം 2388. ഇന്ന് ജൂലൈ മാസം 15-ാം തീയതി 196-ാമത്തെ ദിവസത്തിലെത്തി. ദൈവവിശ്വാസിയാണോ ഞാൻ? ദൈവവിശ്വാസം കുറച്ചെങ്കിലും ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ ഞാൻ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന 1000 പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരും. ആ പ്രതിസന്ധികളൊക്കെ നേരിട്ടേ മതിയാവും. കേൾക്കപ്പെടാതെ പോകുന്ന പ്രാർത്ഥനകൾ, അർഹിക്കാതെ കിട്ടുന്ന സഹന അനുഭവങ്ങൾ ഒക്കെ എന്തുമാത്രം മനസ്സിനെ ഭാരപ്പെടുത്തുന്നുണ്ട്. എല്ലാറ്റിനുമുപരി ഇത്തരം പ്രതിസന്ധികൾ നിങ്ങളുടെ വിശ്വാസയില്ലായ്മയായും നിങ്ങളുടെയും പൂർവികരുടെയോ ഇടർച്ചകളുടെ ശിക്ഷയായുമൊക്കെ ഉറ്റവർ തന്നെ അടുത്തു നിന്ന് വിധിയെഴുതുകയും ചെയ്യുമ്പോൾ എന്തുമാത്രം അഗാധമായ ദുരിതമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഒരു ദുരന്തത്തിനും അണച്ചു കളയാനാവാത്ത ചില വെളിച്ചങ്ങളിലുള്ള ആളെയാണ് വിശ്വാസി എന്നൊക്കെ വിളിക്കുക. എല്ലാവരും കൂടി ചുറ്റിനും കൂടിയിട്ട് ആ വിശ്വാസത്തിന്റെ നാളത്തെ ഊതിക്കെടുത്താനായിട്ട് ഇങ്ങനെ മത്സരിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്ന ആളുകൾ, അവരാണ് വിശ്വാസികൾ. ഒരാൾ വിശ്വാസിയാണെന്നതുകൊണ്ട് കാര്യങ്ങളെല്ലാം അയാൾക്ക് എപ്പോഴും അനുകൂലമായി സംഭവിക്കണം എന്ന് കരുതരുത്, ആഗ്രഹിക്കരുത്, ശഠിക്കരുത്. ഒരു പടി കൂടി കടന്നാൽ ഇങ്ങനെയും നമുക്ക് കണ്ടെത്താൻ പറ്റും. വിശ്വാസത്തിന്റെ ആഴമേറുന്നതനുസരിച്ച് കൂടുതൽ ദുരിതങ്ങളെ അയാൾക്ക് എപ്പോഴും തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നു. ആ ഇരുട്ടിലൂടെ തനിയെ നടക്കാനുള്ള ഉറപ്പുണ്ടാകുക ഒട്ടും നിസ്സാര കാര്യമല്ല. സങ്കീർത്തനത്തിൽ, അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സങ്കീർത്തനത്തിൽ 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത്, എങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുന്നില്ല. അത്രയുള്ളൂ. ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചിട്ടും എന്തുകൊണ്ടാണ് എന്റെ പ്രാർത്ഥനകൾക്ക് നേരെ ദൈവം ചിലപ്പോഴൊക്കെ ചെവി ചായ്ക്കാത്തത്? നമ്മുടെ ചിന്തകളും ദൈവത്തിന്റെ ആലോചനകളും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള അകലവും അന്തരവും ഉള്ളതുകൊണ്ടാണ്. അത്രയുള്ളൂ. അപ്പോഴും ഒരു നല്ല വിശ്വാസിയായിരിക്കുക എന്നുള്ളതാണ്. എന്നെ ചുറ്റിപ്പൊതിഞ്ഞ് അങ്ങനെയൊരു സ്നേഹാനുഭവം എപ്പോഴും എന്റെ കൂടെയുണ്ടെന്നുള്ള ഒരു ധാരണയിലേക്ക് കുറെ കൂടി ഞാൻ പ്രകാശിതനായി പ്രവേശിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയോടുകൂടി. ആമേൻ.